അപ്പോൾ നമുക്ക് ക്ലോക്കിനെ പറ്റി പഠിക്കാം. അപ്പോൾ വീൽ ഓഫ് ടൈം എന്ന് പറയുന്ന ചാപ്റ്റർ തുടങ്ങുന്നതിന് മുൻപേ ആദ്യം ക്ലോക്ക് എന്താണ്, ക്ലോക്കിൽ എത്ര ഹാൻഡ്സ് ഉണ്ട്, എത്ര വരകളുണ്ട്, എന്തൊക്കെയാണ് വര സൂചിപ്പിക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വാച്ചിൽ നിന്നും പഠിക്കാം. ഈ വാച്ചിൽ നോക്കുമ്പോൾ ഈ കുഞ്ഞു ഹാൻഡില്ലേ, ഇവിടെയുള്ള ഈ കുഞ്ഞു ഹാൻഡ്, അതാണ് അവർ ഹാൻഡ് എന്ന് പറയുന്നത്. എന്താണ് അവർ ഹാൻഡ്? അതായത് മണിക്കൂർ സൂചി എന്ന് പറയും. അടുത്തത് ഇതില്ലേ, ഇത് കുഞ്ഞത്, ഇത് കുറച്ചുകൂടെ കട്ടിയുള്ളത് തന്നെ, പക്ഷെ അതിനെക്കാട്ടിലും വലുതാണ്. ഇത് മിനിറ്റ് ഹാൻഡ് എന്ന് പറയും. എന്താണ് മിനിറ്റ് ഹാൻഡ്? അപ്പോൾ ഇത് അവർ ഹാൻഡ്, ഈ കാണുന്ന കുഞ്ഞത് അവർ ഹാൻഡ്, ഇത് മിനിറ്റ് ഹാൻഡ്. ഈ എപ്പോഴും ഓടി നടക്കുന്ന ഒരാളെ കണ്ടോ? ദേ ഓടി നടക്കുന്നത് കണ്ടോ? ഇയാള് കണ്ടോ? ഈ ഓടി നടക്കുന്ന ആള്, ഇയാളാണ് സെക്കൻഡ് ഹാൻഡ് എന്ന് പറയും. എന്താണ് സെക്കൻഡ് ഹാൻഡ്? അവർ ഹാൻഡ്, മിനിറ്റ് ഹാൻഡ്, പിന്നെ ഇതാരാണ് ഈ ഓടി നടക്കുന്നത്? സെക്കൻഡ് ഹാൻഡ് എന്ന് പറയും. ഓക്കെ, ഇനി നമുക്ക് ക്ലോക്കിലേക്ക് കിടക്കാം. ഇത് കണ്ടോ, ഈ സെക്കൻഡ് ഹാൻഡ് മൂവ് ചെയ്യുമ്പോൾ, ഈ സെക്കൻഡ് ഹാൻഡ് ഇങ്ങനെ ഓടുമ്പോൾ ആർക്ക് ചേഞ്ച് വരുന്നുണ്ട്, ആര് മാറുന്നുണ്ട് സ്ഥാനം? നോക്കിയേ, ഈ മിനിറ്റ് ഹാൻഡ് മാറുന്ന കണ്ടോ? ഈ സെക്കൻഡ് ഹാൻഡ് ഇങ്ങനെ ഓടുകയാണേ, ഇത് ഇവിടെ നോക്കുമ്പോൾ കാണാം മിനിറ്റ് ഹാൻഡ് മാറുന്നുണ്ട് അല്ലേ? അത് ഈ മിനിറ്റ് ഹാൻഡ് മാറുമ്പോഴോ ഈ അവർ ഹാൻഡും ചെറുതായിട്ട് മാറും. അപ്പോൾ 3 പേരും കറങ്ങിയാലേ ക്ലോക്ക് ഓടത്തുള്ളൂ, അല്ലെങ്കിൽ വാച്ച് ഓടത്തുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് ഫിഗർ വെച്ചിട്ട്, പടം വെച്ചിട്ട് പഠിക്കാം. അപ്പോൾ ഇത് ക്ലോക്കാണ്. ഇവിടെ 12 തൊട്ട് തുടങ്ങും. നോക്കിയേ, 1 2 3 4 5 6 7 8 9 10 11 12. ഓക്കെ, 12 വരെയാണ്. ഇതിൽ ഈ കറുത്ത വര കൊണ്ട് സൂചിപ്പിക്കുന്നതാണ് അവർ ഹാൻഡ്. എന്താണ് കറുത്ത വര? എന്താണ് അവർ ഹാൻഡ്. അടുത്തത് ഈ റെഡ് കളർ ഇല്ലേ, ഈ റെഡ് കളറാണ് എന്ത്? മിനിറ്റ് ഹാൻഡ് കൊണ്ട് സൂചിപ്പിക്കുന്നത് ഈ പടത്തിൽ. ഈ ബ്ലൂ കളർ ഇല്ലേ, ഈ ബ്ലൂ കളറാണ് സെക്കൻഡ് ഹാൻഡ്. ടെക്സ്റ്റിലും ഇതേ കളർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ബ്ലൂ കളർ എന്താണ്? സെക്കൻഡ് ഹാൻഡ്. അപ്പോൾ ഇവിടുത്തെ സമയം ഏതാണെന്ന് നോക്കാം. ഇത് അവർ ഹാൻഡ് എവിടെയാണ് ഇരിക്കുന്നത്? ഇത് 7 നേരെയാണ് ഇരിക്കുന്നത്. അവർ ഹാൻഡ് എവിടെയാണ് ഇരിക്കുന്നത്? 7 നേരെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ 7 അവർ, അപ്പോൾ 7 എഴുതും. 7 അത് അപ്പോൾ ആദ്യം എഴുതുന്നത് അവർ ആണ്. അവർ ഹാൻഡ് എവിടെ ഇരിക്കുന്നു? അവർ ആയിരിക്കും ആദ്യം എഴുതുന്നത്. എന്നിട്ട് 2 കുത്തിടും. എന്നിട്ട് ഇവിടെ എഴുതുന്നത് മിനിറ്റ് ആയിരിക്കും. എന്താണ്? മിനിറ്റ് ആയിരിക്കും രണ്ടാമത് എഴുതുന്നത്. മിനിറ്റ്. നമ്മൾ എങ്ങനെയാണ് മിനിറ്റ് കണ്ടുപിടിക്കുക? ഇവിടെ നമുക്ക് നോക്കാം. 12 നമ്മൾ 0 ആക്കി എടുത്തു. 12 എത്ര ആക്കി എടുത്തു? 0. 0 1 2 3 4 5. ഇതെത്രയായി? ഈ വലിയ വര എന്തായി? 5 ആയി. എന്താ ഇവിടെ 0 ആണ്. അടുത്ത് എന്താണ്? 1 2 3 4 5. അപ്പോൾ എന്തായി? 1ന് നേരെയുള്ളത് 5. അപ്പോൾ ഇത് 5 മിനിറ്റ് എന്ന് പറയും. അപ്പോൾ 1ന് നേരെയുള്ളത് എന്താണ്? 1 എന്താണ്? 5 മിനിറ്റ് ആവും. അടുത്തത് 6 7 8 9. ഇതെന്തായി? 10 ആയി. അപ്പോൾ ഇത് 10 മിനിറ്റ്. അപ്പോൾ മിനിറ്റിന്റെ സൂചി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ എന്തായി? അത് 10 മിനിറ്റ് ആയി. ഓക്കെ, നമുക്ക് മിനിറ്റ് റെഡ് കളർ വെച്ച് എഴുതാവേ, അപ്പോൾ പിന്നെ കൺഫ്യൂഷൻ വരില്ലല്ലോ. 5 മിനിറ്റ് 10 മിനിറ്റ്. അപ്പോൾ റെഡ് കളർ എന്താണ് സൂചിപ്പിക്കുന്നത്? മിനിറ്റ് ഹാൻഡ്. അപ്പോൾ ഇത് 0 മിനിറ്റ്, 1 2 3 4 5 5 മിനിറ്റ്, 6 7 8 9 10 10 മിനിറ്റ്. അതുപോലെ കൂട്ടി കൂട്ടി വരുമ്പോൾ 11 12 13 14 15 13. അപ്പോൾ 3 എന്തായി? 15 മിനിറ്റ് ആയി അല്ലേ? 10 11 12 13 14 15. ഓക്കെ, അടുത്ത നോക്കാം. 16 17 18 19 20. അപ്പോൾ 4ന്റെ നേരെ 20 മിനിറ്റ് ആയിരിക്കും.
അടുത്തത് 20, 21, 22, 23, 24, 25 മിനിറ്റ്. ഇത് 5 5 വെച്ച് കൂടി കൂടി പോവുകയാണല്ലേ. അപ്പോൾ ഇതിന്റെ അടുത്ത 5 വെച്ച് കൂടുമ്പോൾ എന്തായിരിക്കും ഇവിടെ? 25 + 5 30. അപ്പോൾ 6ന് നേരെയുള്ളത് 30 മിനിറ്റ്. അപ്പോൾ ഈ മിനിറ്റ് ഹാൻഡ് എന്താ ഇങ്ങനെ കറങ്ങി 5ൽ വരുമ്പോൾ 5 മിനിറ്റ് ആവും, കറങ്ങി 10ൽ വരുമ്പോൾ 10 മിനിറ്റ് ആവും. അതായത് മിനിറ്റ് ഹാൻഡ് ഈ 12ൽ നിന്നും മാറി 1ലോട്ട് വന്നു. അപ്പോൾ എത്ര മിനിറ്റ് ആയി? 5 മിനിറ്റ് ആയി. 2ലോട്ട് വന്നു, 10 മിനിറ്റ് ആയി. 3ലോട്ട് വന്നു, 15 മിനിറ്റ് ആയി. അങ്ങനെ അങ്ങനെ കറങ്ങി കറങ്ങി എന്താ 16 ഇങ്ങനെ കറങ്ങി 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 6ലോട്ട് വന്നു. 6ലോട്ട് വന്നാൽ അത് 30 മിനിറ്റ് ആണ്. മിനിറ്റ് ഹാൻഡിൽ എന്താണ്? മിനിറ്റ് ഹാൻഡ് നമ്മൾ നോക്കുമ്പോൾ 30 ആണ്. ഓക്കെ, അപ്പോൾ 5 വെച്ച് കൂടുക, അപ്പോൾ എന്താവും? 35 ആവും. അടുത്ത് ഇവിടെ 5 വെച്ച് കൂടുമ്പോൾ 40 ആവും. കൂട്ടി നോക്കിയാൽ മതി. 35, 36, 37, 38, 39, 40 കൂട്ടി നോക്കിയാൽ മതി, കിട്ടും. അടുത്ത് 9ന്റെ അവിടെ എന്താവും? 5 കൂടുക, അപ്പോൾ 45. 45 + 5 50. 10ന് നേരെ 50. 11ന്റെ നേരെ 55. അടുത്ത് പിന്നെയും നമ്മൾ കൂട്ടുകയാണ്. 55, 56, 57, 58, 59, 60. അപ്പോൾ 60 ആയി. അപ്പോൾ ഇങ്ങനെ ഇപ്പം എന്താ ഇങ്ങനെ കറങ്ങി ഈ മിനിറ്റ് ഹാൻഡ് ഇങ്ങനെ കറങ്ങി 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 ഫുൾ ഇങ്ങനെ കറങ്ങി 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 ഇവിടെ വരുമ്പോൾ 60 മിനിറ്റ് ആവും. 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 അവർ എന്നാണ് അർത്ഥം. ഓക്കെ, അത് നമുക്ക് പഠിക്കാം. നമ്മൾ എന്തൊക്കെയാ പഠിച്ചേ? അവർ ഹാൻഡ് പഠിച്ചു. അവർ ഹാൻഡ് ബ്ലാക്ക് കളറാണ്. അപ്പോൾ നോക്കിയേ, അതായത് ഈ ഫിഗറിൽ ഈ പടത്തിൽ ബ്ലാക്ക് കളറാണ് ഞാൻ സൂചിപ്പിച്ചത്. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ എവിടെ നിൽക്കുന്നത്? 7ന് നേരെയാണ് നിൽക്കുന്നത്. അപ്പോൾ അവർ ഹാൻഡ് ഏത് നമ്പറിന്റെ നേരെയാണ് നിൽക്കുന്നത് ആ നമ്പർ വേണം എഴുതാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ 7ന്റെ നേരെ നിൽക്കുന്നതുകൊണ്ട് 7 ആണ് അവറിൽ എഴുതിയത്. അടുത്ത് തൊട്ടിപ്പുറത്ത് എന്താ എഴുതേണ്ടേ? മിനിറ്റ് വേണം എഴുതാൻ. മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ റെഡ് കളർ അതെന്താ ഇങ്ങനെ കറങ്ങി 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 ദേ ഇവിടെയാണ് വന്ന് നിൽക്കണേന്ന് വെക്കാം. എവിടെ വന്ന് നിൽക്കുന്നു? ദേ ഇവിടെ വന്ന് നിൽക്കുന്നു എന്ന് വെക്കാം. ഇവിടുന്ന് കറങ്ങി കറങ്ങി ഇവിടെ വന്ന് നിൽക്കുന്നു എന്ന് വെക്കാം. അപ്പോൾ എത്ര മിനിറ്റ് ആയിരിക്കും നോക്കിയേ? ഇവിടെ ഇപ്പോൾ 0 ആണ്. 0, 1, 2, 3. ഇപ്പം എന്തായി? 3 മിനിറ്റ് ആയി. അവർ ഹാൻഡ് എത്രയായി? 7ലും. മിനിറ്റ് ഹാൻഡ് ഇങ്ങനെ കറങ്ങി കറങ്ങി ഇവിടെ വന്ന് നിൽക്കുകയാണെങ്കിൽ എത്ര മിനിറ്റ് ആയി? 1, 2, 3 മിനിറ്റ് ആയി. കറങ്ങി 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 5ൽ വന്ന് നിൽക്കുകയാണെങ്കിലോ 5 മിനിറ്റ് ആയി. കറങ്ങി 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 ഇവിടെയാണ് വന്ന് നിൽക്കുന്നതെങ്കിലോ ഇവിടെ ഇതിന് നേരെയാണ് വന്ന് നിൽക്കുന്നതെങ്കിലോ നോക്കാം. 5, 6, 7, 8, 9 മിനിറ്റ് ആയി. പിന്നെയും കൂടെ കറങ്ങിയ 10 മിനിറ്റ് ആവും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഈ ക്ലോക്കിൽ എവിടെയാണ് നിൽക്കുന്നത്? ദേ ഇപ്പോൾ നമ്മുടെ മിനിറ്റ് ഹാൻഡ് എവിടെയാണ് നിൽക്കുന്നത്? 12ന് നേരെയാണല്ലേ. അവിടെ എത്ര മിനിറ്റ് ആണ്? 0 ആണ്. ഇത് ഫുൾ കറങ്ങി ഇവിടെ എത്തിയാലേ 60 ആവത്തുള്ളൂ. ഇത് അങ്ങനെയല്ല, ഇത് ഇവിടെ നിൽക്കുകയാണ്. 60 നമ്മൾ എഴുതാറുമില്ല. 60 മിനിറ്റ് നമ്മൾ ഒരിക്കലും എഴുതാറില്ല, കാരണം അത് 1 മണിക്കൂറാണ്. 60 നമ്മൾ എഴുതാറില്ല. അപ്പം എന്താ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഉറപ്പിച്ചോ അത് 0 മിനിറ്റ് ആണ്. 12ന് നേരെയാണ് മിനിറ്റ് ഹാൻഡ് നിൽക്കുന്നതെങ്കിൽ അത് 0 ആണ്. അപ്പം എന്തെഴുതാ? 0 എഴുതാം. ഒരിക്കലും മിനിറ്റ് ഒരു ഒറ്റ അക്കത്തിൽ എഴുതാൻ പാടില്ല, 2 നമ്പേഴ്സിൽ എഴുതണം. അപ്പോൾ ഇവിടെ 0, 0. ഓക്കെ, അപ്പോൾ 0, 0, 0 മിനിറ്റ്. ഓക്കെ, അപ്പോൾ അവർ ഹാൻഡും പഠിച്ചു, മിനിറ്റ് ഹാൻഡും പഠിച്ചു. ഇനി നമ്മൾ എപ്പോഴും ഓടി നടക്കുന്ന ആരാണ്? സെക്കൻഡ് ഹാൻഡ്. സെക്കൻഡ് ഹാൻഡ് എങ്ങനെയാണ് പഠിക്കാം നോക്കാം. സെക്കൻഡ് ഹാൻഡ് ഇവിടെ ബ്ലൂ കളറാണ്. അപ്പോൾ സെക്കൻഡ് ഹാൻഡിൽ ഒന്നുമില്ല. സെക്കൻഡ് ഹാൻഡ് എവിടെ നിൽക്കുന്നോ അതായിരിക്കും ആ സെക്കൻഡ്. അതായത് ഇവിടെ നമ്മൾ എഴുതുന്നത് ഇവിടെ മിനിറ്റ് കഴിഞ്ഞിട്ട് സെക്കൻഡാണ് എഴുതുന്നത്. അപ്പോൾ അവർ ഹാൻഡ് പഠിച്ചു, മിനിറ്റ് ഹാൻഡ് പഠിച്ചു. ഇനി സെക്കൻഡ് ഹാൻഡും കൂടെ പഠിച്ചാൽ മതി. സെക്കൻഡ് ഹാൻഡ് ഇപ്പോൾ നോക്കുമ്പോൾ ബ്ലൂ കളറിലാണ് വരച്ചേക്കുന്നത്. അപ്പോൾ ബ്ലൂ പെൻ എടുത്തു കാണിക്കാം. ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് ഇങ്ങനെ നിൽക്കുകയാണേ, കറങ്ങി 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 ഇത് ഇപ്പോൾ നിൽക്കുന്നത് എവിടെയാണ്? ഇത് ഇവിടെ ആയിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ എവിടെയാണ് നിൽക്കുന്നത്? ഇത് ഇവിടെ ആയിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ തൊട്ട് ഇത് 0 ആണ്. 1, 2, 3 എന്ന് എണ്ണിയാൽ മതി. 1, 2, 3, 4, 5, 6, 7, 8. എവിടെയാണ് നിൽക്കുന്നത്? ഇപ്പോൾ 8ലാണ് നിൽക്കുന്നത് അല്ലേ? നോക്കിയേ, നേരെ 8ലല്ലേ നിൽക്കുന്നേ അല്ലേ? നോക്കിയേ, നേരെ 8ലാ. അപ്പം എന്താ എഴുതണ്ടേ? 8 എന്ന് എഴുതണം. 8 സെക്കൻഡ്സ്. ഓക്കെ, 8 സെക്കൻഡ്. വെറും 8 സെക്കൻഡ് എന്ന് എഴുതാൻ പോരാ, 2 നമ്പറിലേ എഴുതാവുള്ളൂ. അപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ 0 ഇട്ട് കൊടുത്താൽ മതി. ഫ്രണ്ടിൽ 0 ഇട്ട് അതിന് വിലയില്ല. ഓക്കെ, അപ്പോൾ 0, 8 സെക്കൻഡ്. അല്ലെങ്കിൽ വെറും 8 സെക്കൻഡ് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ എഴുതുന്നതാണ് ഒരു ഭംഗി. അപ്പോൾ 7,
ഇത് നമ്മൾ എങ്ങനെയാ വായിക്കുക? 7 ഇവിടെ രണ്ടും 0 ആണെങ്കിൽ എങ്ങനെ വായിക്കും? 7 o'clock. എന്താണ്? 7 o'clock എന്ന് വായിക്കും. ഓക്കെ, പക്ഷെ ഇവിടെ ഒരു 8 സെക്കൻഡ് കൂടെ കിടക്കുന്നു അല്ലേ? അപ്പോൾ എന്തായി? 7 hour 8 second. 7 hour 0 minute 8 second. മനസ്സിലായി? അപ്പോൾ ഇത്രയാണ് അവർ ഹാൻഡ്, മിനിറ്റ് ഹാൻഡ്, സെക്കൻഡ് ഹാൻഡ് എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് തന്നെ നമുക്കൊന്നും കൂടെ നോക്കാം. ഇപ്പോൾ ഇതിവിടെ നിൽക്കുവാണേ, ഇതിങ്ങനെ കറങ്ങി 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 ഇത് ഫുൾ ഇങ്ങനെ കറങ്ങി 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 ഇതേ ഇവിടെ വന്ന് നിൽക്കുകയാണെന്ന് നോക്കിയാൽ ഏത് ഹാൻഡാണ്? സെക്കൻഡ് ഹാൻഡ്. ആ നീല കളറല്ലേ, അത് ഇവിടെ വന്ന് നിൽക്കുകയാണെന്ന് നോക്കിയാൽ എങ്കിൽ എന്ത് പറയും? എത്രയെന്ന് പറയും? നമുക്ക് നോക്കുമ്പോൾ അറിയാം. ദേ ഇവിടം തൊട്ട് ഇവിടം വരെ 5, പിന്നെ ഇവിടം തൊട്ട് ഇവിടം വരെ 15 ആയി, 20 ആയി, 25 ആയി, 30 ആയി, 35 ആയി, 40 ആയി. തൊട്ടപ്പുറത്ത് ഏതായിരിക്കും? 40 കഴിഞ്ഞിട്ടുള്ളത് എണ്ണി തുടങ്ങാം. അപ്പോൾ ഇതുവരെ നമുക്ക് ഇത്രയും കുത്തിയിരുന്ന് എണ്ണേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ എണ്ണി വെച്ചിട്ടുണ്ട്. ഇത് 40 ആണെന്നൊക്കെ അറിയാലോ. 40 കഴിഞ്ഞ അടുത്ത ഏതാണ്? 41, 42. ദേ 43യിലാണ് നിൽക്കുന്നത്. അപ്പോൾ എത്ര സെക്കൻഡായി? 43 സെക്കൻഡായി. ഓക്കെ, 41, 42, 43 സെക്കൻഡിലാണ് സെക്കൻഡിന്റെ സൂചി നിൽക്കുക, കറങ്ങി തിരിഞ്ഞ് ഇവിടെ വന്നാൽ. ഓക്കെ, അപ്പോൾ എന്താകും? 43 seconds എന്ന് എഴുതും. ഓക്കെ, അപ്പോൾ ഓരോന്ന് എഴുതുമ്പോൾ ഓരോ ഹാൻഡ് വേണം നോക്കാൻ. എന്താ? അവർ ഹാൻഡ് അവർ എഴുതണമെങ്കിൽ അവർ ഹാൻഡ് നോക്കുക, എന്നിട്ട് അത് നേരെ എവിടെയാണ് നിൽക്കുന്നതെന്ന് വെച്ചാൽ എഴുതുക. മിനിറ്റ് എഴുതണമെങ്കിൽ മിനിറ്റ് ഹാൻഡ് നോക്കുക, അത് എവിടെയെന്ന് വെച്ചാൽ അതുപോലെ എഴുതുക. സെക്കൻഡ് എഴുതണമെങ്കിൽ സെക്കൻഡ് ഹാൻഡ് എവിടെ നിൽക്കുന്നത് നോക്കുക, എണ്ണി 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 കണ്ടുപിടിച്ച് ഇവിടെ എഴുതിയാൽ മതി. അത്ര തന്നെയാണ് സമയം കണ്ടുപിടിക്കുന്നത്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ അവർ ഹാൻഡ് എവിടെയാണ് നിൽക്കുന്നത്? ഇതിലൊരു കാര്യം കൂടെ, എക്സ്ട്രാ ഒരു കുഞ്ഞു കാര്യം കൂടെ പഠിക്കാനുണ്ട്. എവിടെയാണ് നിൽക്കുന്നത് അവർ ഹാൻഡ്? അവർ ഹാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലാക്ക് കളർ വെച്ചാൽ വരച്ചല്ലേ. അവർ ഹാൻഡ് എവിടെയാണ് നിൽക്കുന്നത്? ഏറ്റവും കുഞ്ഞത് ഇവിടെയാണ് നിൽക്കുന്നത് അല്ലേ. അതായത് ഇവിടെ 6ന്റെയും 7ന്റെയും ഇടയ്ക്കായിട്ടാണ് നിൽക്കുന്നത്. ആര്? ഈ അവർ ഹാൻഡ്. അങ്ങനെ ഇടയ്ക്ക് എക്സ്ട്രാ പോയിന്റ് പറയാണ്. അങ്ങനെ ഇടയ്ക്ക് നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാവൂ? എപ്പോഴും തൊട്ട് പുറകിലുള്ള നമ്പർ വേണം എഴുതാൻ. കാരണം എന്താണെന്നോ, ദേ ഇവിടെ 6ലായിരുന്നു പണ്ട് ഇരുന്നിരുന്നത്. ആര്? 6ലായിരുന്നു ഈ അവർ ഹാൻഡ് ഇരുന്നിരുന്നത്. 6ൽ എപ്പോഴാണ് ഇരുന്നിരുന്നതെന്നോ? ഈ മിനിറ്റ് ഹാൻഡ് ഇല്ലേ, മിനിറ്റ് ഹാൻഡ് 12ലായിരുന്നപ്പോഴാണ്. മിനിറ്റ് ഹാൻഡ് 12ൽ ഈ റെഡ് കളർ ഇല്ലേ, ഈ റെഡ് കളർ പണ്ട് 12ലായിരുന്നു ഇരുന്നത്. അപ്പോഴും കറക്റ്റ് 6ലാണ് അവർ ഹാൻഡ് ഇരുന്നത്. പയ്യെ 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 ആരിങ്ങനെ ഇങ്ങനെ മാറാൻ തുടങ്ങി. മിനിറ്റ് ഹാൻഡ് പയ്യെ മാറാൻ തുടങ്ങുമ്പോൾ എന്ത് പറ്റും? ഈ അവർ ഹാൻഡ് എന്ത് ചെയ്യും? ഈ ബ്ലാക്ക് കളർ അവർ ഹാൻഡ് ഇല്ലേ, അതും ഇങ്ങനെ പയ്യെ പയ്യെ മാറാൻ തുടങ്ങും. പയ്യെ പയ്യെ 6 നിന്നും മാറിതേ ഇങ്ങനെ ആയിട്ടിരിക്കും. അപ്പോൾ ഈ മിനിറ്റ് ഹാൻഡ് ഇങ്ങനെ മാറും തോറും പയ്യെ പയ്യെ ഈ 6ൽ നിന്നും ആര് മാറും? അവർ ഹാൻഡ് മാറും. അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ എന്താ? ആക്ച്വലി എന്ത് തന്നെയാണ്? 6 തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ നടുക്കിരിക്കുകയാണെങ്കിൽ തൊട്ട് പുറകിലുള്ള നമ്പർ വേണം എഴുതാനായിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് സമയം നോക്കാം. അപ്പോൾ ആദ്യം എഴുതേണ്ടത് അവറാണ്. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവർ എഴുതും, പിന്നെ എന്താ യു ആണ്, അവർ എഴുതും, പിന്നെ മിനിറ്റ് എഴുതും, പിന്നെ സെക്കൻഡ് എഴുതും. നമുക്ക് എഴുതാം. സെക്കൻഡ് എഴുതും, SECOND, സെക്കൻഡ് എഴുതും. അപ്പോൾ അവർ ഹാൻഡ് എവിടെയായിരിക്കുന്നത്? 7ന്റെയും 6ന്റെ ഇടയ്ക്ക്. 7 എഴുതോ 6 എഴുതോ? പുറകിലുള്ള 6 എഴുതും, ഏറ്റവും കുഞ്ഞു നമ്പർ എഴുതും. ഓക്കെ, 7 എഴുതില്ല, 6 എഴുതും. അപ്പോൾ 6 ആയി. അപ്പോൾ അവർ ഹാൻഡ് എഴുതി അല്ലേ, അവർ ഹാൻഡ് എഴുതി. അടുത്ത് നമുക്ക് മിനിറ്റ് ഹാൻഡ് നോക്കാം കേട്ടോ. മിനിറ്റ് ഹാൻഡ് ഏതാണ്? റെഡ് കളർ. നോക്കുമ്പോൾ എന്താണ്? ദേ ഇത്. അതെവിടെയാണ് നിൽക്കുന്നത്? 4ന്റെ നേരെയാണ്. 4 ആണ് എഴുതുക? അല്ല. മിനിറ്റ് ഹാൻഡിൽ എങ്ങനെയാ? 0, 1, 2, 3, 4, 5. ഇത് 5 ആണ്. 1 5 ആണ്, 2 10 ആണ്, 3 15 ആണ്, 4 20 ആണെന്ന് നേരത്തെ പഠിച്ചു. അപ്പോൾ ഇതെന്താണ്? 20 മിനിറ്റ് ആണ്. അപ്പോൾ മിനിറ്റിന്റെ നേരെ 20 എഴുതുക. അടുത്ത സെക്കൻഡ് നോക്കാം. സെക്കൻഡ് ഏതാണ്? ബ്ലൂ കളർ നോക്കാം. അപ്പോൾ സെക്കൻഡ് ഇവിടെയാണ് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ഇവിടെ നിന്നേ എണ്ണണം. നമുക്കറിയാം ഇത് 0 ആണ്, 5 ആണ്, 10 ആണ്, 15 ആണ്, 20 ആണ്, 25 ആണ്, 30, 35, 40. 40 കഴിഞ്ഞിട്ടാണ് ഇത് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യേണ്ടത്? ഇവിടെ തൊട്ട് അങ്ങ് എണ്ണി തുടങ്ങാം. 40 കഴിഞ്ഞു, 41,
42. എന്തിനു നേരെ ഇപ്പൊ നിൽക്കുന്ന ഇത് 42ന് നേരെയാണ് നിൽക്കുന്നത്. അപ്പൊ എന്തായി? 42 സെക്കൻഡ് ആയി. ഓക്കെ, മനസ്സിലായി? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത് നോക്കുമ്പോൾ എന്താ കാണുക? ഫസ്റ്റ് നമ്മൾ അവർ ഹാൻഡ് എഴുതുന്നു, പിന്നെ മിനിറ്റ് ഹാൻഡ് എഴുതുന്നു, പിന്നെ സെക്കൻഡ് ഹാൻഡ് എഴുതുന്നു. അവർ ഹാൻഡ് നോക്കുക. അവർ ഹാൻഡ് ഇപ്പൊ ഞാൻ ഇവിടെ കളർ വരച്ചേക്കുന്നതുകൊണ്ട് കളർ വെച്ചിട്ട് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ എന്താ, കുഞ്ഞത് ഏതാണോ അതാണ് അവർ ഹാൻഡ്. അതിനേക്കാളും കുറച്ചുകൂടെ വലുതായിരിക്കും മിനിറ്റ് ഹാൻഡ്. സൈസിന് ചെറുതും പെട്ടെന്ന് പെട്ടെന്ന് ഓടി നടക്കുന്നതാണ് സെക്കൻഡ്. അങ്ങനെ വേണം ക്ലോക്ക് കാണുമ്പോൾ ഓർത്ത് വയ്ക്കാൻ. ഓക്കെ, അപ്പോൾ ബ്ലാക്ക് കളർ ആയിട്ടുള്ള അവർ ഹാൻഡ് എവിടെയാണ് നിൽക്കുന്നത്? ഏതിന് നേരെയാണ് നിൽക്കുന്നത്? ദേ 12ന് നേരെയാണ് നിൽക്കുന്നത് അല്ലേ? 12ന് നേരെ നിൽക്കുകയാണെങ്കിൽ 12. പിന്നെ ഞാൻ പറഞ്ഞു മിനിറ്റ് ഹാൻഡ് നേരെയാണ് നിൽക്കുന്നത്. അപ്പോൾ എന്താ, ഇവിടെ 0 ആണ്. മിനിറ്റ് ഹാൻഡ് ആണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്? 0, 5, 15. അപ്പോൾ നോക്കുമ്പോൾ 0ക്ക് നേരെയാണ് നിൽക്കുന്നത്. അപ്പോൾ 0, 0. എത്ര സെക്കൻഡായി നോക്കിയേ? ഇത് 0, 1, 2, 3, 4, 5. 1 5 ആണെന്നൊക്കെ കാണാതെ പഠിച്ചു വെക്കണം. 1 5 ആണ്. 6, 7, 8, 9, 10, 2, 10 ആണ്. അപ്പോൾ 10ന് നേരെയാണ് നിൽക്കുന്നത് അല്ലേ? 2 എന്ന് പറഞ്ഞാൽ 10 ആണ്. 10ന് നേരെയാണ് നിൽക്കുന്നത്. 10ാമത്തെ വരയിലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്താ, 10 സെക്കൻഡ്. അപ്പോൾ സാധാരണ നമ്മൾ പറയുമ്പോൾ 12 o'clock എന്ന് പറയും. സെക്കൻഡ് അങ്ങനെ പറയാറില്ല നമ്മൾ. ഇത്ര സെക്കൻഡായി ഇങ്ങനെ നമ്മളൊന്നും നോക്കാറില്ല. സാധാരണ ക്ലോക്കിൽ സമയം നോക്കുമ്പോൾ 12 o'clock എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മാത്രമേ നമ്മൾ പറയൂ. 12 o'clock എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ പറയുള്ളൂ, സെക്കൻഡ് പറയാറില്ല. ഓക്കെ, അല്ല ടെക്സ്റ്റിൽ ഇപ്പോൾ സെക്കൻഡിനെ പറ്റിയും കൂടെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതും കൂടെ പഠിക്കുന്നത്. ഓക്കെ, അടുത്തത് ഒരു ക്വസ്റ്റ്യൻ. നമുക്ക് സമയം തന്നിട്ടുണ്ട്, എങ്ങനെ നമുക്ക് അടയാളപ്പെടുത്താം നോക്കാം. നമുക്കിനി അടയാളപ്പെടുത്താം. ഒരു ടൈം പറയാം. ഒരു 3 അവർ ഞാൻ തരികയാണ് ഒരു ടൈം. 3 അവർ 25 മിനിറ്റ്. 3 അവർ 25 മിനിറ്റ്. പിന്നെ ഒരു 10 സെക്കൻഡ് വരയ്ക്കാനാണ് പറയുന്നത്. എങ്ങനെ വരയ്ക്കും? 3 അവർ, അതായത് ഇത് ഏത് ഹാൻഡാണ്? അവർ ഹാൻഡ്. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവർ ഹാൻഡ് വരച്ചു കൊടുക്കുക. 3 അവറാണ്. അപ്പോൾ 3ക്ക് നേരെയാണ്. പക്ഷേ എന്താണ് പ്രശ്നം? 25 മിനിറ്റ് ആണല്ലേ? അതായത് മിനിറ്റിന്റെ സൂചി ഇവിടുന്ന് എന്തായാലും നീങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ടല്ലേ 25 മിനിറ്റ് കിട്ടിയത്. അതായത് ഇങ്ങോട്ട് എവിടെയൊക്കെയോ വന്നു കഴിഞ്ഞു അല്ലേ? അപ്പോൾ എന്താ, അവർ ഹാൻഡ് ഒരിക്കലും 3യുടെ നേരെ നിൽക്കത്തില്ല. കാരണം ഇവിടെ നിന്നും പോയി കഴിഞ്ഞു. കാരണം മിനിറ്റ് 0-യിലല്ല നിൽക്കുന്നത്. മിനിറ്റ് 0 ആണെങ്കിൽ കറക്റ്റ് എന്തായിരിക്കും? അവർ ഹാൻഡ് 3യുടെ നേരെ നമുക്ക് വരയ്ക്കാൻ പറ്റും. പക്ഷെ ഇവിടെ മിനിറ്റ് 0-യിൽ നിന്നും അങ്ങോട്ട് പോയി കഴിഞ്ഞു. അപ്പോൾ എന്താ, കുറച്ച് മാറ്റി വേണം. 3-യിൽ നിന്നും കുറച്ച് ഇങ്ങോട്ട് മാറ്റി വേണം വരയ്ക്കാൻ. നേരത്തെ നമ്മൾ കണ്ടില്ലായിരുന്നു 7ന്റെ 6ന്റെ ഇടയ്ക്ക് വന്നത്? ഈ മിനിറ്റ് ഹാൻഡ് 12-ലാണ് ഇരുന്നതെങ്കിൽ നേരെ 6ന് നേരെ വരുമായിരുന്നു. ഇപ്പൊ എന്താ, ഇങ്ങോട്ടായിരിക്കുന്നത്. അപ്പൊ എന്താ, 6-ൽ നിന്ന് കുറച്ച് മാറ്റി വരച്ചു, കുറച്ച് ഇങ്ങോട്ട് മാറ്റി വരച്ചു. അതുപോലെ വേണം ഇവിടെയും വരയ്ക്കാൻ. എന്താ ചെയ്യണ്ടേ? 3-യിൽ നിന്നും കുറച്ചൊന്ന് മാറ്റി വരച്ചാൽ മതി. കറക്റ്റ് ഇങ്ങനെയൊന്നും വരണമെന്നില്ല, കുറച്ചൊന്ന് മാറ്റി വരച്ച് കാണിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അവർ ഹാൻഡായി. 3-യിൽ നിന്നും കുറച്ചൊന്ന് മാറ്റി, ഫുൾ മാറ്റരുത്, കുറച്ചൊന്ന് മാറ്റി വരയ്ക്കാം. അപ്പോൾ 3 അവറായി. അടുത്ത മിനിറ്റ് ഹാൻഡ് 25 മിനിറ്റ്സ് ആണ്. എന്താണ് 25 മിനിറ്റ്സ്? നോക്കാം. 0, 5, 10, 15, 20, 25. അപ്പോൾ അത് നമുക്ക് നേരെ 25-ലോട്ട് തന്നെ വരയ്ക്കാം. എന്താ ചെയ്യേണ്ടത്? 25-ന് നേർക്ക് വരയ്ക്കാം. അത് വലുതാണ് ഇതിനെക്കാട്ടി. ഓക്കെ, അതായി. അടുത്ത് നോക്കുമ്പോൾ 10 സെക്കൻഡ് അല്ലേ? 10 സെക്കൻഡ്. ഓക്കെ, 10 സെക്കൻഡ് നോക്കാം. ഇവിടെ 0 ആണ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. നമുക്കറിയാം 2 10 ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഇങ്ങനെ എണ്ണേണ്ട ആവശ്യം വരുന്നില്ല. അപ്പം എന്താ, 2-ന് നേരെ സെക്കൻഡ് ഹാൻഡ് വരയ്ക്കുക. അത് നല്ല നീളം കാണും, പക്ഷെ അതിൻ്റെ എന്താ തിക്നെസ് കുറവാണ്, അതിൻ്റെ കട്ടി കുറവാണ്. അതുകൊണ്ടാണ് ഓടി നടക്കുന്നത്. ഓക്കെ, അപ്പോൾ 2-ന് നേരെ വരച്ചു. അപ്പോൾ ഇതാണ് 3 അവർ 25 മിനിറ്റ്സ് 10 സെക്കൻഡ് നമ്മൾ വരച്ചു കഴിഞ്ഞു. ഓക്കെ,
ഇത്രയേ ഉള്ളൂ. ടൈം തന്നാൽ എങ്ങനെ അടയാളപ്പെടുത്താമെന്ന് പഠിച്ചു. പിന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ടൈമിലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്ത് എഴുതാൻ പറ്റും എന്ന് പഠിച്ചു. അപ്പോൾ ഇത്രയും ആണ് ആ ചാപ്റ്ററിന്റെ ബേസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ക്ലോക്ക്. താങ്ക് യു. ഇതൊന്നും കൂടെ കുറേ ക്ലോക്ക് ഇങ്ങനെ വരച്ച് സമയമൊക്കെ അടയാളപ്പെടുത്തിയൊക്കെ പഠിച്ചു വയ്ക്കുക. ശരി, ബൈ. താങ്ക് യു.